ഹായ് ഫ്രണ്ട്സ്, ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 5 മിനിറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം കേട്ടോ. ഇത് ഞാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, ഇത് ചേർത്ത് കൊടുക്കാം. ഈ സവാള പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്, ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിന് താഴെയാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ഒരുപാട് വേണ്ട. പിന്നെ അതേപോലെ തന്നെ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. അതൊരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഈ പൊടികളുടെ പച്ചക്കുത്തൊന്ന് പോകുവോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് പുഴുങ്ങിയെടുത്തതാണ്. നോക്കാം, നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ഉടച്ചുടച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ നമ്മൾ വേവിച്ചിട്ട് ചേർക്കുന്ന സമയത്ത് പൊടികളൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ, അല്ലെങ്കിൽ പൊടികൾ വേഗം അങ്ങോട്ട് കരിഞ്ഞു പോകും. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ പൊടികൾ ചേർത്തിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ചേർത്ത് കൊടുത്തിരുന്നു. അത് നന്നായിട്ടൊന്ന് ഇതുപോലെ കയ്യിൽ കൊണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊടികളുമായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ഈ മല്ലിയില ഇല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതിയാകും. പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. ഉപ്പിട്ട് പുഴുങ്ങിയതായതുകൊണ്ട് വീണ്ടും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ചേർക്കാതെയാണ് പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ 4 മുട്ട ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മുട്ടയിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക്, നമ്മുടെ ചുവന്ന മുളകൊന്ന് ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് മുട്ട നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. ഇതുപോലെ ഒരു ഫോർക്കോ ഒരു സ്പൂണോ കൊണ്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ, അതായത് പൊട്ടാറ്റോൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ഇതാ നമ്മൾ ഉരുളൻകിഴങ്ങ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഒരു ബ്രെഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അതിൻ്റെ സൈഡൊന്നും കളയുന്നില്ല, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ബ്രെഡ് കൂടെ നമ്മളൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ ബ്രെഡ് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ പറഞ്ഞ അളവിലാണെങ്കിൽ ഒരു ബ്രെഡ് ചേർത്ത് കൊടുത്താൽ മതി. ബ്രെഡ് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതേപോലൊരു സ്പാനല്ല, ഇതേപോലൊരു കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ്. ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, നമുക്കൊരു 4 മണിക്ക് കട്ടൻ ചായയുടെ ഒപ്പമൊക്കെ വെറുതെ ഓരോ പീസ് കട്ട് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ടു ലോ ഫ്ലെയിം, പറ്റ ലോ ഫ്ലെയിമും അല്ല, അതിൽ നിന്ന് ഒരല്പം മേലേക്ക് കയറ്റിയിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ മൂത്തിട്ട് ഇങ്ങനെ വെന്ത് വരും. ആ സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പം നമ്മളിത് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നല്ലൊരു മൊരിഞ്ഞ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കണ്ടോ, സൈഡൊക്കെ ഇങ്ങനെ കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേറൊരു പാനിലേക്ക് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വേറൊരു പാനിലോട്ട് മറിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ഒരു ഭാഗം കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു തിരിച്ചിട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ അടച്ചു വെക്കേണ്ടതില്ല. ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ തന്നെ, ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നെ ഉരുളൻകിഴങ്ങൊക്കെ നമ്മുടെ വെന്തതാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല, നമുക്കിതൊരു 4 മണിക്ക് ചായയുടെ ഒപ്പം നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്നും ഞാൻ പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.